വെറുതെ എന്തിനാ ബീന ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നേ? സൂരജിന്റെയും വിദ്യയുടെയും ബന്ധം ബീനേക്കാൾ എതിർക്കുന്നത് തന്നെയാണ്. അതൊക്കെ അവളുടെ കള്ളത്തരവാ ഹരിയേട്ടാ. അവളെ ആരും ഒന്നിലും സംശയിക്കരുത്, അതിനുവേണ്ടി പറയുന്നതാ. ഈ ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുൻപേ എറിയണം എന്നല്ലേ? ഞാനിതൊക്കെ എത്ര തവണ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഈ പ്രശ്നം അവസാനിപ്പിക്കാനേ ഒരു വഴിയുണ്ട്. എന്ത് വഴി? പക്ഷേ അത് മീരയും ആദർശം വിചാരിച്ചാലേ നടക്കൂ. ബീന ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് പറ. എന്നാലല്ലേ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അല്ലയോ എന്ന് പറയാൻ പറ്റൂ. സൂരജിനെ കുറച്ചു നാളത്തേക്ക് ഇവിടുന്ന് ഒന്ന് മാറ്റണം. കേരളത്തിന് പുറത്തുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു സൈറ്റിൽ സൂരജിനെ ജോലിക്കായിട്ട് അയച്ചാൽ മതി. സൂരജിനെയും ഇവിടെ നിന്നാ ശരിയാവില്ല. അകന്നു നിന്ന പതിയെ പതിയെ കൈവിഷത്തിന്റെ ശക്തിയൊക്കെ കുറയും, ബുദ്ധി തെളിയും. അപ്പൊ അവന് തിരിച്ചറിവുണ്ടായി വിദ്യ അവൻ മറന്നോളും, അല്ലെങ്കിൽ അവൻ ഒഴിവാക്കിക്കോളും. ഇതൊക്കെ ബീനാമയ്ക്ക് വെറുതെ തോന്നുന്നതാ. നമ്മൾ അവരെ പിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരെ കൂടുതൽ അടുപ്പിക്കുകയുള്ളൂ. ശരിയാ ബീന, മീരമോള് പറഞ്ഞതിലും കാര്യമുണ്ട്. എതിർപ്പുകൾ വരുമ്പോഴാണ് വിജയിക്കാനുള്ള ആഗ്രഹവും വാശിയും കൂടുന്നത്. വെറുതെ അവരെ വാശി കൂട്ടാനായി ഇങ്ങനൊന്നും ചെയ്യണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന്. അതുകൊണ്ടാ രണ്ടുപേരും ഇങ്ങനെ പറയുന്നത്. തൽക്കാലം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ചെയ്തതാ. അതിന് റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ വേറെ വഴി നോക്കിയാ പോരെ. ഇതിപ്പോ നമ്മൾ ആരും മനഃപൂർവ്വം അവരെ അകറ്റുകയാണെന്ന് ആർക്കും തോന്നില്ല. കാരണം അവനിപ്പം മീരയുടെ കമ്പനിയിലെ സ്റ്റാഫല്ലേ. അവരുടെ പ്രോജക്റ്റുകളൊക്കെ നടക്കുന്നത് കേരളത്തിന് പുറത്തുവാ. അവിടെയെല്ലാം ഇപ്പൊ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആദർശിന് എല്ലായിടത്തും ഓടിയെത്താനും ബുദ്ധിമുട്ടുണ്ട്. സൂരജ് ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്നാൽ അത് നിങ്ങൾക്കും ഒരു സഹായമാവില്ലേ? ഞാൻ ആദർശനോട് പറഞ്ഞു നോക്കാം ബീനാമേ. അങ്ങനെ വെറുതെ പറഞ്ഞാൽ പറ്റില്ല മീര. നീ ആദർശിനെ പറഞ്ഞ് മനസ്സിലാക്കണം, എന്നാലേ കാര്യം നടക്കൂ. മനസ്സുകൊണ്ട് നിങ്ങൾ എല്ലാവരും സൂരജിനും വിദ്യയ്ക്കും അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഇത്ര മടി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മീരയും ആദർശുവാ. അയ്യോ, കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. മോളെ, ബീന പറഞ്ഞതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. ചിലപ്പോ അതുകൊണ്ട് ഇവിടെയുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരയവ് വരും. ഭാവിയിൽ എന്താ സംഭവിക്കാന്നുള്ളത് അത് ഭഗവാൻ തീരുമാനിക്കുന്ന കാര്യമല്ലേ. അത് നമുക്ക് ഭഗവാനെ വിടാം. ഞാൻ ആദർശനോടൊന്ന് സംസാരിക്കാം അച്ഛാ. സൂരജിനെ അയക്കാനും ശ്രമിക്കാം. ശരി മോളെ, അത് മതി. അമ്മ ഇവിടെ ഇരിക്കുകയായിരുന്നോ? നേരത്തെ ടെറസിൽ നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ പോയി നോക്കിയായിരുന്നു. എന്താ കാര്യം? ഒരു കാര്യവും ഇല്ല. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് വേണോ എനിക്ക് അമ്മയെ നോക്കാൻ? അത് വേണ്ട, പക്ഷേ എനിക്കെന്റെ മോളെ നന്നായിട്ട് അറിയാലോ, അതുകൊണ്ട് ചോദിച്ചതാ. സുഭദ്രാന്റെ അയോധ്യയിലേക്ക് തീർത്ഥാടനത്തിന് പോയപ്പോ അമ്മ എന്താ പോതിരുന്ന? അമ്മയ്ക്കൂടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചു വരായിരുന്നു. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അയോധ്യയിലും കുംഭമേളയിലും എല്ലാം പോയി ദർശനം നേടണമെന്ന് ആഗ്രഹിച്ചിരുന്ന, പക്ഷേ പിന്നത് വേണ്ടെന്ന് തോന്നി. അതെന്താ അമ്മേ? അമ്മയുടെ ഒരാഗ്രഹത്തിന് ഞങ്ങൾ ആരും എതിര് നിന്നിട്ടില്ലല്ലോ. പിന്നെന്താ? നിങ്ങളെതിരെ നിൽക്കുന്ന ഓർത്തിട്ടല്ല, പക്ഷേ ഞാനോ സുഭദ്രേച്ചിയോ ഇല്ലാതെ നിങ്ങളെ മക്കളെ മാത്രം ഒരു വീട്ടിൽ നിർത്താൻ ഇപ്പം മനസ്സനുവദിക്കുന്നില്ല. അല്ല, അത്രയ്ക്ക് ഐക്യമാണല്ലോ. അതിന് അമ്മ എന്നെ പഴി പറയണ്ട. കുഞ്ഞുനാളിൽ പോലും ഞാനും ആദർശും ഒരു വഴക്കം ഉണ്ടാക്കാതെ ഒന്നിച്ചു നിൽക്കുന്നവരായിരുന്നു. വളർന്ന് വലുതായിട്ടും എന്തെങ്കിലും ഒരു വഴക്ക് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത് എന്നു മുതലാണെന്ന് ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. എല്ലാത്തിനും കാരണം മീരയാണെന്നാണോ നീ പറയുന്നത്? എന്താ സംശയം? ഒന്നായിരുന്ന കുടുംബം തമ്മിൽ അടിച്ചു പിരിഞ്ഞത് അവൾ ഒരാൾ കാരണോ?
വേണ്ട ബി. എന്ത് പറഞ്ഞാലും എന്തിനാ മീരെ പഴിചാരുന്നത്? മീര ഒരാൾ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കില്ല, അത് മീരയുടെ മിടുക്ക. ആളുകളെ സംസാരിച്ച് വശത്താക്കാൻ അവൾക്ക് നല്ല കഴിവുണ്ട്. അല്ലെങ്കിലും ഞാനല്ലാതെ ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും എന്റെ ഭർത്താവിന് നല്ലവരാണ് താനും. അബി നിർത്ത്. വെറുതെ ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മി വഴക്കിടണ്ട. അമ്മ പേടിക്കൊന്നും വേണ്ട. ഇവളെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നും തോന്നില്ല. ഇതൊക്കെ എനിക്കിപ്പോ ശീലമായി. ഞാൻ മീരയെ കുറ്റം പറയുമ്പോ നിങ്ങൾക്കൊക്കെ ഞാൻ കുറ്റക്കാരിയാവും. സത്യത്തിൽ ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. ഇപ്പൊ തന്നെ കണ്ടോ, ആദർശ് വീട്ടിൽ നിന്ന് പോയ ഉടനെ അവൾ കറങ്ങാൻ ഇറങ്ങിയില്ലേ? അവൾ എങ്ങോട്ടാ പോയതെന്ന് അമ്മയ്ക്കറിയാമോ? അമ്മയോട് പറഞ്ഞിട്ടാണോ പോയത്? അമ്മ മിണ്ടാത്തതിന്റെ കാര്യം എനിക്കറിയാം. ഇപ്പൊ അവള് പറഞ്ഞിട്ട് പോയാൽ തന്നെ എന്താ പ്രയോജനം? അവള് പോയിരിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ ആകണമെന്നില്ലല്ലോ. മക്കളുടെ കാര്യങ്ങളെല്ലാം എന്നാൽ കഴിയുന്നത്ര ഭംഗിയായി നോക്കി രണ്ടാളെയും വിവാഹം കഴിപ്പിച്ചു, രണ്ടുപേർക്കും കുടുംബവുമായി. ഇനിയും മക്കളുടെ കാര്യത്തിൽ ഇടപെടാനോ അനാവശ്യ അഭിപ്രായം പറയാനോ ഞാനില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ആദർശിന്റെ മീരയുടെയും കാര്യത്തിൽ അമ്മ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ. അവർക്കും അതാകും സന്തോഷം. പക്ഷേ എന്റെ എല്ലാ കാര്യത്തിലും എന്റെ അമ്മ ഇടപെടുകയും അഭിപ്രായം പറയുകയും വേണം. അത് വേണ്ട ബി. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കാതെ വരുമ്പോ അതെനിക്ക് സങ്കടാവും. പക്ഷേ പറയാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമല്ലോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയുടെ മനസ്സിൽ എന്തോ വലിയ സങ്കടം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എന്റെ വിഷമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്റെ ഈ പ്രായത്തിലെത്തണം. രണ്ടു മക്കളെ ഒരുപോലെ ചേർത്ത് പിടിച്ച് വളർത്തിയ ഒരമ്മയ്ക്ക് മക്കൾ രണ്ടും രണ്ടു വഴിക്കാകുമ്പോഴുണ്ടാകുന്ന വേദന നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല. ഞങ്ങൾ അങ്ങനെ വഴക്കിട്ട് പിരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് എല്ലാ വീട്ടിലും ഉള്ളതാ, അല്ലേ വിഘ്നേഷേട്ടാ? ആ അതെ. അതിപ്പോ ഞാനും വിസ്മയം തമ്മിൽ പ്രശ്നങ്ങളില്ലേ എന്ന് കരുതി നാളെ അവൾക്കൊരു പ്രശ്നം വന്നാ ഞാൻ മാറി നിൽക്കൊന്നും ചെയ്യില്ലല്ലോ. അല്ലമ്മേ, ആദർശ് എന്തിനാ ഇപ്പൊ പെട്ടെന്ന് ഹൈദരാബാദിലേക്ക് പോയിരിക്കുന്നത്? അവിടെയും പ്രശ്നങ്ങളാണോ? എനിക്കറിയില്ല. മുമ്പ് ബാംഗ്ലൂർക്ക് പോയത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടല്ലേ? അതുകൊണ്ട് ചോദിച്ചതാ. അബി, ഞാൻ നിന്നോട് പറഞ്ഞ സത്യ. എനിക്കറിയില്ല, അറിയാൻ താല്പര്യമില്ല. എന്റെ മക്കൾ രണ്ടുപേരും ബിസിനസ് കാര്യങ്ങൾ എന്നേക്കാൾ നന്നായി നോക്കുന്ന നിലയിലെത്തിയവരാ. പിന്നെന്തിനാ ഞാൻ അതിൽ ഇടപെടുന്നേ? ഇനി ആദർശിന് ഹൈദരാബാദിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവൻ നന്നായി അറിയാവുന്ന എനിക്ക് ഉറപ്പുണ്ട്. കാര്യം എന്താണെന്ന് അറിഞ്ഞാ എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ വല്ല ഹെൽപ്പും ചെയ്യാന്ന് കരുതി ചോദിച്ചതാ. ഇനി അമ്മയ്ക്ക് പറയാൻ വൈകി പറയണ്ട. എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ? ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, നീ എന്തിനാ എന്നെ തേടി നടന്നതെന്ന്. ആദർശിന്റെ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയണം. അതിന്റെ കൂടെ മീരയുടെ കുറച്ച് കുറ്റവും പറയണം. ഇതൊന്നും അല്ലാതെ നിനക്ക് വേറെ ഒരു പണിയില്ലേ അബി? അമ്മ അത് വേണ്ട, നീ ഒന്നും പറയണ്ട. ആദ്യം നീ നിന്റെ കാര്യങ്ങളെല്ലാം മര്യാദയ്ക്ക് ചെയ്, എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കേ. അമ്മയ്ക്കെല്ലാം മനസ്സിലായി. നിന്റെ അമ്മയിലെ ആള് നീ മനസ്സിൽ കാണുമ്പോ അമ്മ മാനത്ത് കാണും. അതമ്മ കണ്ടോട്ടെ. പക്ഷെ ആസ്ഥാനത്ത് കയറി നിങ്ങളുടെ മീരയെ ന്യായീകരിക്കലുണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം കാണേണ്ടി വരും. ഏയ്, ഞാൻ വെറുതെ ആ സമയത്ത് അമ്മയ്ക്കൊരു സന്തോഷത്തിന് വേണ്ടി പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വന്ന് സംസാരിച്ച പോലെ തോന്നും അമ്മയ്ക്ക്. നിങ്ങൾ തൽക്കാലം എന്റെ സന്തോഷം മാത്രം നോക്കിയാൽ മതി. ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. ഓ ആയിക്കോട്ടെ. ഹലോ. ഹലോ ആദർശേട്ടാ. പറഞ്ഞു മീര, എന്താ വിശേഷം? ഇവിടെ അങ്ങനെ വിശേഷമൊന്നുമില്ല. അവിടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എന്തായി? ഇവിടെ ആകെ ടെൻഷൻ പരിപാടികളാണ് മീര. അതിനൊന്നും ഒരു കുറവുമില്ല. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വരുമ്പോ പറയാം. ശരി. പിന്നെ ആദർശേട്ടാ, ഞാനിന്ന് വീട്ടിൽ പോയിരുന്നു. എന്നിട്ട്?
വീട്ടിൽ ചെന്നപ്പോ ബീനാമ്മ അച്ഛനും ഒരു കാര്യം ചോദിച്ചു. ഞാനത് ആദർശനോട് ചോദിച്ചിട്ട് പറയാന്നാ പറഞ്ഞത്. എന്താ കാര്യം? അത് സൂരജിന്റെയും വിദ്യയുടെയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നത് അറിയാലോ. അതിന് തൽക്കാലത്തേക്കൊരു ശമനം കിട്ടാൻ സൂരജിനെ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും പ്രൊജക്ടിന്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കാമോ എന്ന് ചോദിച്ചു. ഹലോ ആദർശേട്ടാ. ആ മീര, ഞാൻ കേൾക്കുന്നുണ്ട്. മീര പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കായിരുന്നു. ഒന്നും മിണ്ടാത്തപ്പോ ഞാൻ കരുതി ആദർശേട്ടൻ കേട്ടില്ലാന്ന്. ഈ സമയത്ത് സൂരജിനെ നമ്മുടെ ആളായിട്ട് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്ന അത് നല്ല കാര്യമായിരിക്കാം. കാരണം അവിടെ വിശ്വസിച്ച് നിർത്താൻ പറ്റാത്ത ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ആണോ? എങ്കിലും സൂരജിനെ ജോലിക്ക് അയക്കുന്ന കാര്യം ഓക്കെയാണെന്ന് ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞോട്ടെ? വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. ഞാൻ സൂരജുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അവന് സമ്മതമാണെങ്കിൽ മാത്രം ഇക്കാര്യം പ്രൊസീഡ് ചെയ്താൽ മതി. ആ ഓക്കെ. വിദ്യ അവിടെ ഉള്ളതുകൊണ്ടും ഇത്രയും ഇഷ്യൂസ് നടക്കുന്നതുകൊണ്ടും സൂരജ് വരാൻ റെഡിയാണോ എന്ന് ആദ്യം അറിയണം. മനസ്സില്ലാ മനസ്സോടെ സൂരജിനെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ വന്നാൽ ജോലിയിൽ ശ്രദ്ധിക്കാനും പറ്റില്ല, അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല, ടെൻഷൻ മാത്രം മിസ്സാവും. എന്നാ ആദർശേട്ടൻ തന്നെ സൂരജിനെ വിളിച്ച് സംസാരിച്ചാൽ മതി. ഞാൻ ഇപ്പം തന്നെ സംസാരിക്കാം. സൂരജ് ഓക്കെ പറഞ്ഞാ നാളെ രാവിലെ ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഇട്ട് കൊടുക്കാം. ഞാനും രാവിലെ ബാംഗ്ലൂർ ചെന്ന് സൂരജിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് അങ്ങോട്ടെത്താം. ആ ശരി ആദർശേട്ടാ, അങ്ങനെ ചെയ്യും. ആ അപ്പോൾ ഞാൻ സൂരജായിട്ട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കാം. ശരി. ഓക്കെ, ശരി. സൂരജിന് പുറത്ത് എവിടെയെങ്കിലും ജോലി കൊടുക്കുന്ന കാര്യം ഞാൻ മീരയോട് പറഞ്ഞിരുന്നു. എങ്കിലും ഇത്ര പെട്ടെന്ന് ആദർശ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആദർശിനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾക്കെല്ലാം സഹായിക്കാൻ അന്നും ഇന്നും ആദർശിന് ഒരു മടിയില്ല. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൂരജ് ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് ആദർശിന് മീരയ്ക്കും തോന്നിയിട്ടുണ്ടാവും. ഏതായാലും സൂരജ് ഈ നാട്ടിൽ നിന്ന് പോയല്ലോ. ഇനി പതിയെ ആ വിദ്യയുടെ മുഖം അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിക്കോളും. അതത്ര എളുപ്പമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബീനയുടെ സമാധാനത്തിന് വേണ്ടി മാത്രമാണ് സൂരജിനെ തൽക്കാലം നാട്ടിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അനുകൂലിച്ചത്. പക്ഷേ ആ ഒരു കാരണം കൊണ്ട് മാത്രം വിദ്യയും സൂരജും പരസ്പരം അകലുമെന്നോ രണ്ടാളും മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുമെന്നോ എനിക്ക് തോന്നുന്നില്ല. അതെന്താ ഹരിയേട്ടൻ അങ്ങനെ പറയുന്നത്? എന്റെ ഹരിയേട്ടാ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഇതുപോലെ ഓരോ ഇഷ്ടങ്ങളൊക്കെ തോന്നിയെന്ന് വരാം. അതൊരു തമാശയായിട്ട് മാത്രം നമ്മൾ കാണേണ്ട കാര്യമുള്ളൂ. പിന്നെ ഞാൻ സൂരജിനെ ഇവിടുന്ന് മാറ്റി നിർത്താൻ മുൻകൈ എടുത്തതിന്റെ കാര്യം ആ ധന്യ. ധന്യോ? അതെ, എനിക്ക് ഉറപ്പാ ഇതിന്റെയൊക്കെ പിന്നില് അവൾ ഒരാളുടെ ബുദ്ധിയാ. അവള് തന്നെയാ മകളെ കൊണ്ട് സൂരജിനെ അങ്ങോട്ട് അടുപ്പിച്ചത്. എന്നിട്ട് ആർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാ അവൾ ഈ ദേഷ്യവും താല്പര്യം ഇല്ലായ്മയും ഒക്കെ അഭിനയിക്കുന്നത്. വെറുതെ ഓരോന്ന് വിളിച്ചു പറയാതെ ബീന. തന്നെക്കാൾ എതിർപ്പ് ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ ധന്യക്കാണ്. അതൊക്കെ അവളുടെ നാടകവും ഹരിയേട്ടാ. എനിക്കവളെ നന്നായിട്ട് അറിയാം. സൂരജിന് നല്ലൊരു ജോലി കൂടെ കിട്ടിയപ്പോ മുതല് അവൾക്കറിയാം ആ പെണ്ണിന് എന്റെ സൂരജിനേക്കാളും നല്ലൊരു പയ്യനെ കിട്ടില്ലെന്ന്. എത്ര നാളായി ആ വിദ്യക്ക് വേണ്ടി അവള് വിവാഹം നോക്കുന്നു. മീരയുടെ കല്യാണം നടന്ന സമയം മുതൽ ധന്യ വിദ്യയുടെ വിവാഹം വൈകുന്നു പറഞ്ഞ് വീട്ടിൽ വഴക്ക് പോലും ഉണ്ടാക്കിയെന്നാ ഞാൻ അറിഞ്ഞത്. അന്നു മുതല് അവരാലോചന നടത്തുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എങ്ങനെ ശരിയാവാനാ? തള്ളയുടെ മോളുടെ സ്വഭാവം ഒട്ടും ശരിയല്ലല്ലോ. ഇല്ലാത്തത് പറയാതെ ബീന. വിദ്യ നല്ലൊരു കുട്ടിയാ, ഒരു മോശ സ്വഭാവം അവക്കില്ല. അതെങ്ങനെ ഹരിയേട്ടന് പറയാൻ പറ്റും? വിദ്യ ജനിച്ചതു മുതൽ കാണുന്നതല്ലേ ഞാൻ ആ കുട്ടിയെ. എന്റെ മീരെ പോലെ തന്നെയാ എനിക്ക് ആ കുട്ടികളും. ആയിക്കോട്ടെ, പക്ഷെ ഞാൻ പറയുന്ന സത്യമാ. സൂരജിനെ ആദർശ് കൂടെ നിർത്തിയപ്പോ എല്ലാം കൊണ്ടും വിദ്യക്ക് ചേരുന്ന പയ്യനാണ് സൂരജ് എന്ന് ധന്യയ്ക്ക് തോന്നി. അതാ അവള് മകളെ പറഞ്ഞ് മനസ്സിലാക്കി എന്റെ മോനെ പ്രേമിപ്പിച്ചത്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവള് ദേഷ്യം അഭിനയിക്കുന്നു. ഇതൊക്കെ ബീനയുടെ വെറും തോന്നലുകൾ മാത്രമാണ്. വിദ്യയും സൂരജും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായെന്നാ എനിക്ക് തോന്നുന്നത്. കാര്യങ്ങൾ നമ്മളൊക്കെ അറിഞ്ഞത് ഇപ്പോഴാണെന്ന് മാത്രം. അതെന്തെങ്കിലും ആവട്ടെ,
എന്തായാലും എന്റെ മോൻ രക്ഷപ്പെട്ടല്ലോ. ഇനി അവളുടെ പിടിയിൽ ചെന്ന് പെടില്ലല്ലോ. ബീനയുടെ ആഗ്രഹം പോലെ അവര് രണ്ടുപേരും പരസ്പരം മറന്ന് പുതിയൊരു ജീവിതം ഉണ്ടാക്കട്ടെ. അത് തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. വിവാഹം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. ധന്യയും ബീനയും ഒന്നിക്കാത്തടത്തോളം സൂരജിന്റെയും വിദ്യയുടെ വിവാഹം നടക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ധന്യയോട് ഒന്നിക്കാന്നുള്ളത് ഈ ജന്മം നടക്കില്ല. അവൾ എന്നെക്കുറിച്ചും എന്റെ മകനെക്കുറിച്ചും പറഞ്ഞത് ഒരു കാലത്തും എനിക്ക് മറക്കാൻ പറ്റില്ല. ബീനെ, ദേഷ്യവും വാശിയും ഒക്കെ വരുമ്പോ ആളുകൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. ബീനയും ധന്യയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് മുഴുവനും സത്യങ്ങളാ. സത്യത്തിൽ ധന്യയെക്കുറിച്ചുള്ള പകുതി കാര്യങ്ങൾ പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാ സത്യം. പരസ്പരം പഴി പറഞ്ഞുകൊണ്ടോ ചെളിവാരി എറിഞ്ഞുകൊണ്ടോ ആരും ഒന്നും നേടാൻ പോകുന്നില്ല. എത്രയ്ക്കായാലും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കഴിയുന്നവര് തന്നെയാണ് നമ്മൾ രണ്ട് കുടുംബവും. ദേ ഹരിയേട്ടാ, ഇനി മേലാൽ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറയരുത്. ഹരിയേട്ടൻ അവര് ബന്ധുക്കളായിരിക്കാം, പക്ഷെ എനിക്കങ്ങനല്ല. ഞാനും അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. സൂരജ് ഈ കുരുക്കി ഇന്ന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ള സന്തോഷത്തിലിരിക്കുക ഞാൻ. വെറുതെ ആ ധന്യയുടെ കാര്യവും പറഞ്ഞ് എന്റെ സന്തോഷം തകർക്കല്ലേ. ഇനി എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ. എന്റെ സൂരജ് തിരിച്ചു വരുമ്പോ ആ നാശം പിടിച്ച പെണ്ണിന്റെ ഓർമ്മ പോലും അവന്റെ മനസ്സിലുണ്ടാവരുത്. അതിനുവേണ്ടി നേർച്ച നേർന്ന് പ്രാർത്ഥിക്കാനാ എന്റെ തീരുമാനം. ബീനയുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും. ഞാനൊന്നിനും എതിരല്ല. അതാ നല്ലേ. എന്തിനാ മുത്തശ്ശി എല്ലാവരും ഞങ്ങളോട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന? എന്താ മോളെ, നീ വിഷമിക്കാത്ത കാര്യം പറ. എനിക്കറിയാം മുത്തശ്ശി അവർക്കൊപ്പാ. മുത്തശ്ശിയും കൂടെ അറിഞ്ഞോണ്ടല്ലേ ഇവിടെ ഇതൊക്കെ നടക്കുന്ന. നീ പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. സൂരജിന്റെ കാര്യം ഞാൻ പറയുന്ന. ധൃതിയില് സൂരജിനെ ഇവിടുന്ന് പറഞ്ഞയച്ചത് ഞങ്ങളെ പിരിക്കാനല്ലേ? അങ്ങനെയൊന്നും അല്ല മോളെ. സൂരജ് പോയിരിക്കുന്നത് ജോലിയുടെ ആവശ്യത്തിനല്ലേ? ഈ നാട്ടില് ജോലി ഇല്ലാഞ്ഞിട്ടാണോ ദൂരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന? സൂരജ് ഇവിടെ നിന്ന് പോയാ ഞാൻ സൂരജിനെ മറക്കൂന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാ. ഇന്നോ ഇന്നലെയോ തോന്നിയ ഇഷ്ടമൊന്നും അല്ല എനിക്ക് സൂരജിനോട്. കുറച്ചു നാള് കാണാതിരുന്ന അത് മാഞ്ഞു പോവുകയില്ല. മോള് വിഷമിക്കാതെ, എനിക്ക് നിന്നെ മനസ്സിലാവും. ഇല്ല, ആർക്കും എന്നെ മനസ്സിലാവില്ല. എന്റെ വേദനയും അറിയില്ല. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാവരും കൂടി ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്ന? അറിയുകയും കേൾക്കുകയും ചെയ്യാത്ത ആളെയൊന്നും അല്ലല്ലോ ഞാൻ സ്നേഹിച്ചത്. പരസ്പരം അറിയാവുന്ന കുടുംബങ്ങൾ തന്നെയല്ലേ. പിന്നെ എന്തിനു വേണ്ടിയാ ഈ വാശി? ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചൂടെ? ഞാൻ എന്തു പറയാനാ മോളെ, കാര്യങ്ങളെല്ലാം നിനക്കും അറിയാലോ. നിന്റെ അമ്മയും ബീനയും പരസ്പരം കണ്ട പോരടിക്കാൻ നിൽക്കുന്നവരല്ലേ. അവർക്ക് രണ്ടാൾക്കും ഈ ബന്ധം അംഗീകരിക്കാനും പറ്റില്ല. അവർ തമ്മിൽ ഒരു കാര്യമില്ലാതെ വഴക്കടിക്കുന്നതിന്റെ പേരില് ഞങ്ങളെ നഷ്ടപ്പെടുത്തണോ? ആരൊക്കെ എതിർത്താലും എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് സൂരജിനൊപ്പം മാത്രമായിരിക്കും. മോള് സമാധാനിക്കേ. ഇതൊക്കെ മാറി എല്ലാവരും നിങ്ങളുടെ സ്നേഹം അംഗീകരിക്കുന്ന ഒരു സമയം വരും. അതുവരെ കാത്തിരിക്കണം. എത്ര നാള് വേണമെങ്കിലും കാത്തിരിക്കാം. അതിനൊരു മടിയുമില്ല. അങ്ങനൊരു ചിന്തയും മനസ്സും ഞങ്ങൾക്കില്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ സന്തോഷം മാത്രം ഓർത്ത് ഇറങ്ങി പോവാലോ. അത് ഞങ്ങൾ ചെയ്തില്ലല്ലോ. അങ്ങനൊരു കാര്യം വേണ്ട. ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് അച്ഛനമ്മമാരുടെ സമ്മതത്തോടെ ആകണം എന്നാ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളങ്ങനെ ചിന്തിക്കുമ്പോ ഞങ്ങൾക്ക് എതിരായിട്ടല്ലേ നിങ്ങളെല്ലാം കൂടി ഓരോന്ന് ചെയ്യുന്നേ. ഇക്കാര്യത്തില് ഞാൻ എന്താ മോളെ പറയേണ്ടത്? നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെ അച്ഛനമ്മമാരാ. അവിടെ മുത്തശ്ശിക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ മുത്തശ്ശിയെ കൊണ്ട് പറ്റൂ. സൂരജ് എവിടെയാണെന്നെങ്കിലും അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ട് മുത്തശ്ശിക്ക് ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ പറഞ്ഞുതരാം. എന്താ മതിയോ?
അമ്മ എന്തിനാ ഇവള് പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നേ? അമ്മേ, എന്തിനു വേണ്ടിയാ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ സൂരജിനെ നാട് കടത്തിയേ? നിന്റെ സൂരജോ? അതെ, അങ്ങനെ തന്നെയാ. അമ്മ ഒരു കാര്യം ഓർത്തോ, എന്റെ മനസ്സിൽ സൂരജിന്റെ സ്ഥാനത്ത് വേറെ ആരും ഉണ്ടാവില്ല. ഉണ്ടാവില്ലെങ്കിൽ വേണ്ട. നീ അവനെ സ്വപ്നം കണ്ട് ഈ വീട്ടിനകത്ത് തന്നെ ഇരുന്നോ. ഒരിക്കലും ഞങ്ങൾ സമ്മതിച്ചിട്ട് ഈ വിവാഹം നടക്കില്ല. അമ്മ പ്ലീസ്, ഇതുവരെ എന്റെ എല്ലാ കാര്യത്തിലും തീരുമാനം എടുത്തത് അമ്മയും അച്ഛനും കൂടിയല്ലേ. ഈ കാര്യത്തിലെങ്കിലും എന്നെ എന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കൂ. ഇല്ല, അവന് നീ ഒരു ലോട്ടറിയാ, അതുകൊണ്ടാ നിന്നെ വശീകരിച്ചെടുത്തത്. അങ്ങനൊന്നും അല്ല അമ്മേ. ഞാനാ സൂരജിനെ സ്നേഹിച്ചത്. ഞാനാ ഈ ബന്ധത്തിലേക്ക് സൂരജിനെ കൊണ്ടുവന്നത്. മാക്സിമം ഒഴിഞ്ഞു മാറാനാ ആ പാവം ശ്രമിച്ചത്. അതൊക്കെ അവന്റെ അഭിനയമായിരിക്കും. ആളുകളെ ഓരോന്ന് പറഞ്ഞ് വശത്താക്കാൻ തള്ളയെപ്പോലെ അവനും മിടുക്കനാ. പക്ഷെ ആ മിടുക്ക് ഈ കാര്യത്തിൽ നടക്കില്ല. ഇപ്പൊ അവൻ പോയിരിക്കുന്നത് അവസാനത്തെ പോക്ക. ഇനി അവനൊരു തിരിച്ചുവരവുണ്ടാവില്ല.